വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നുണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരുപാട് വിട്ടിട്ട് കുറച്ച് താഴെയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ പഴയ വീടാണ് ഈ കാണുന്നത്. നമുക്കൊന്ന് കാണാം, കൃഷിയിടങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്നോർത്തുകൊണ്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പാർക്കുടിനെ കുടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാലാവസ്ഥ ശകലം മോശമാട്ടോ, ഇടയ്ക്കിടയ്ക്ക് മഴ തൂളിക്കൊണ്ടേ ഇരിക്കുവാണേ. അങ്ങനെ ഇപ്പോൾ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു, പക്ഷെ ഇപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ചെറുതായിട്ട് മഴയും നല്ലൊരു കാലാവസ്ഥയാണ്. നമുക്കപ്പോൾ വീടൊന്ന് കാണാം കേട്ടോ. അധികം ഇടുക്കി ഹൈറേഞ്ച് മേഖല ആയതുകൊണ്ടേ നമുക്ക് കുന്നും കുഴിയും കയറ്റവും ഇറക്കമൊക്കെ ആയിട്ട് കിടക്കുവാണ്. അപ്പം ഇറങ്ങാൻ ഇച്ചിരി പാടാണ്, അറിയാവുന്നവർക്ക് മാത്രമാണ്. നമ്മുടെ പഴയ വീട് മൊത്തം പോയി കിടക്കും കേട്ടോ. നമ്മൾ ഉപയോഗിക്കാതായിട്ട് ഒരുപാട് വർഷങ്ങളായതാണ്, ഒരു 5-6 കൊല്ലെങ്കിലും ആയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ പോയി, നനഞ്ഞും വെയിലടിച്ചും മൊത്തം പോയി. ആരും ആൾതാമസമില്ലല്ലോ. ഇത് കണ്ടില്ലേ, പറമ്പൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, മൊത്തം ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കൊക്കോ മരം കേട്ടോ. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ഇതാണ് കൊക്കോക്കായെ. കാണിച്ചു തരാം കേട്ടോ, വാ നമുക്ക് കാണിച്ചു തരാം. ഇതല്ല, ഇതാണ് കൊക്കോക്ക. ഈ കിടക്കുന്നതാണ് കൊക്കോക്ക. ഇത് അറിയാവുന്നവർക്ക് അറിയായിരിക്കും, എന്നാലും അറിയത്തില്ലാത്തവർക്ക് ഇതാണ് കൊക്കോക്കായെ. നമുക്ക് കൃഷി എന്ന് പറയുന്ന കൊക്കോയ, കാപ്പി, കുരുമുളകൊക്കെ ആട്ടോ. കാപ്പി ഇത് അറിയാമല്ലോ, താഴോട്ടൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ട്, സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. താഴോട്ടൊക്കെ കിടക്കുന്ന മൊത്തം. പക്ഷേ ഇവിടെ ഒരു കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് പേടിക്കണം കേട്ടോ, പുഴുവുണ്ട്. തോട്ടപ്പുഴു എന്ന് പറയുന്നത് മഴക്കാലത്ത് നമുക്ക് 2-3 കൊല്ലമായിട്ട് ഇവിടെ തോട്ടപ്പുഴുവിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാട്ടോ. അതുകൊണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ ചെറുതായിട്ടൊന്ന് പേടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ വന്നുള്ളൂ കേട്ടോ. താഴോട്ടാണ് പറമ്പ് മുഴുവൻ കിടക്കുന്നത്. ഈ ജാതി, നമുക്ക് ജാതി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ പഴയ വീട്. മൊത്തം പോയി കിടക്കുവാണ്. ഇതാണ് നമ്മുടെ പഴയ വീട്. ഇത് പേരയ്ക്ക ഉണ്ടായിരുന്നു, ചാമ്പങ്ങ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്ന ഒരു ഇതായിട്ടോ. അതുകൊണ്ട് ആ കുടയൊക്കെ എടുത്ത് നിൽക്കുന്നത്. ഇത് നമ്മുടെ മുട്ടപ്പഴം ആണ്. മുട്ടപ്പഴം എല്ലാവർക്കും അറിയാവുന്നൊന്നും അറിയില്ല, നല്ല ടേസ്റ്റുള്ളൊരു പഴം കേട്ടോ മുട്ടപ്പഴം. കാണാവോന്നും അറിയത്തില്ല, കാലാവസ്ഥയുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാട്ടോ കാണാത്തത്. ഏതായാലും മുട്ടപ്പഴമാണ് ഇത്. അപ്പോൾ നമുക്ക് അടുത്തത് ജാതി നോക്കാം കേട്ടോ. ജാതി നോക്കാം ബാ. ഇവിടെ തപ്പടി പുല്ലൊക്കെ ആയിട്ട് നോക്കും കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുന്നതേ. ഇതാണ് നമ്മുടെ മുളക്, കുരുമുളക് എന്ന് പറയുന്നത്. ഉണ്ടായി വരുന്നേ ഉള്ളൂ കണ്ടോ, ചീരക്ക ഉണ്ടായി വരുന്ന കഴിയുന്ന. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് ഇനിയും കാണാം.